നമസ്കാരം. പഴങ്ങളുടെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന റംബൂട്ടാൻ പഴത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണിന്ന്. മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും തെക്ക് കിഴക്കേ ഏഷ്യയിലും മറ്റും കണ്ടുവന്നിരുന്ന ഒരു ഫലമായിരുന്നു റംബൂട്ടാൻ. പക്ഷേ ഇപ്പോൾ ഇത് സമൃദ്ധമായി നമ്മുടെ കേരളത്തിലും കൃഷി ചെയ്തു വരുന്നുണ്ട്. മലായ് ദ്വീപ സമൂഹങ്ങൾ ജന്മദേശമായ ഈ ഫലത്തിന് രോമനിബിഡം എന്നർത്ഥം വരുന്ന റംബൂട്ട് എന്ന മലായ് വാക്കിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേര് ലഭിച്ചത്. റംബൂട്ടാൻ്റെ പുറന്തോടിൽ സമൃദ്ധമായ നാരുകൾ കാണപ്പെടുന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ മനോഹരമായ ഒരു ആകാരഭംഗിയും അതോടൊപ്പം തന്നെ സമൃദ്ധമായ ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും നൽകുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് റംബൂട്ടാൻ പഴത്തിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു പഴം എന്ന നിലയിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാനും ചർമ്മ സൗന്ദര്യത്തിനും വളരെയധികം സഹായിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടാതെ കോപ്പർ, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ ധാതുക്കൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് റംബൂട്ടാനിൽ. അതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും ഇത് വളരെയധികം സഹായിക്കുന്നു. കൂടാതെ ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ളതുകൊണ്ട് രക്തക്കുറവ് പരിഹരിക്കാനും അനീമിയ പോലെയുള്ള പ്രയാസങ്ങൾ ഇല്ലാതാക്കാനും ഈ പഴം സ്ഥിരമായി കഴിക്കുന്നത് സഹായിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ നിന്നും ഒരു കൊല റംബൂട്ടാൻ പഴം ലഭിക്കുകയുണ്ടായി. എൻ്റെ അമ്മാവൻ്റെ വീട് എന്ന് പറയുന്നത് എൻ്റെ വീടിനോട് തൊട്ട് ചേർന്നുള്ള വീട് തന്നെയാണ്. ഈ പഴം ആദ്യമായിട്ട് കായ്ച്ചപ്പോൾ നിർഭാഗ്യരെന്ന് പറയട്ടെ, അമ്മാവനിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നത് ഈ വീഡിയോയുടെ ഒരു വൈകാരികമായ തലം കൂടിയാണ്. ഏതായാലും ഒട്ടനവധി ഗുണങ്ങൾ തരുന്ന മറ്റെല്ലാ പഴങ്ങൾക്കുമുള്ള ഗുണങ്ങളെല്ലാം ഇതിനുണ്ട്. അതായത് ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒട്ടനവധി ജീവകങ്ങളും മൂലകങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പഴം എങ്ങനെയെങ്കിലും അല്പമെങ്കിലും വാങ്ങിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, വളരെ സ്വാദിഷ്ടവും ആരോഗ്യസമ്പന്നവും പോഷകസമൃദ്ധവുമായ ഒരു ജ്യൂസാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. പഴങ്ങളുടെ രാജകുമാരി, ദേവതകളുടെ ഭക്ഷണം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന റംബൂട്ടാൻ പഴങ്ങൾ. അപ്പം ഇത് ഏറ്റവും നല്ലത് ഇത് പഴമായിട്ട് നേരിട്ട് തന്നെ കഴിക്കുന്നതാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് വിഴുങ്ങിപ്പോയിട്ട് അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുട്ടികൾക്ക് ജ്യൂസാക്കി കൊടുക്കാം. പക്ഷേ അവിടെ നമ്മൾ പഞ്ചസാര, അതേപോലെ തന്നെ പാല് അല്ലെങ്കിൽ തണുപ്പ്, ഇത്തരത്തിലുള്ള ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ചേർക്കാതെ നേരിട്ട് ജ്യൂസ് അടിച്ച് തന്നെ കുടിക്കാം. ഇനി സ്വാദിന് അല്ലെങ്കിൽ മധുരത്തിന് വേണമെങ്കിൽ അല്പം തേൻ ചേർക്കാമെന്ന് മാത്രം. അപ്പോൾ ഈ രീതിയിൽ ആണ് ഇന്ന് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കിയത്. ഇത് ഒരു സീസണൽ ഫ്രൂട്ട് കൂടിയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സുലഭമായിട്ട് ഈ പഴം ലഭ്യമാണ്. അല്പം വില കൂടുതലാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങി അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതാനും അഭ്യർത്ഥിച്ചുകൊണ്ട്